അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി കിടുക്കാച്ചി വെറൈറ്റി സ്നാക്ക് ഐറ്റംസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കണ്ട ഗസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും തമ്മനയിൽ കണ്ടപ്പോൾ കാര്യം പിടികിട്ടിയേക്കും. ഇത് മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു ബജിയാണ് കേട്ടോ. ജസ്റ്റ് എൻ്റെ ഒരു ഐഡിയ ഒക്കെ ഉണ്ടാക്കി നോക്കി കണ്ട് അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടിയപ്പോൾ ഇന്നുണ്ടാക്കി ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ റിസ്ക് എടുത്തിരുന്നിട്ട് റെക്കോർഡ് ചെയ്യാണ് കേട്ടോ. നേരെല്ലാ നേരത്താണ്, അതുകൊണ്ട് എന്തെങ്കിലും ഫോൾട്ടൊക്കെ വന്നാൽ ക്ഷമിക്കുക. അപ്പം ഇത് നിങ്ങൾ ലൈഫിൽ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം, കഴിക്കണം. അതിൻ്റെ കൂടെ ഒരു ചമ്മന്തി കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് കിടക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ആവശ്യം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മധുരക്കിഴങ്ങാണ് കേട്ടോ. നമ്മുടെ മലപ്പുറംകാർ ചക്കരക്കിഴങ്ങ് എന്ന് പറയും. അപ്പം ഇത് ഇതിൻ്റെ സീസണാണ്, അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ കിട്ടാറുണ്ട്. എപ്പോഴും പുഴുങ്ങിയെടുക്കാറാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കാന്നുള്ള പ്ലാനിലാണ് എടുത്തു വെച്ചതെങ്കിലും മക്കൾ എന്തെങ്കിലും പൊരിച്ച് തന്നാൽ മതി, ഇങ്ങനെ കിഴങ്ങ് ബജ്ജിയായിട്ട് എന്തെങ്കിലും മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് ഒരു ബജ്ജി ഉണ്ടാക്കിക്കൂടാന്ന്. അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു അടിപൊളി ഐറ്റമാണ്. അടിപൊളിയാന്ന് ഞാൻ കഴിച്ചതിൻ്റെ ഒരു ദമ്മിൽ പറയാണ് കേട്ടോ. അത്രയ്ക്കും അടിപൊളിയാണ്. ഞാൻ ഒരിക്കലും ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നമ്മൾ 2 കിഴങ്ങാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടുപോയി വെച്ച് നമുക്ക് നാളെ പുഴുങ്ങിയിട്ടെടുക്കാം. മഴക്കാലമൊക്കെ അല്ലേ, എന്നും ഈവനിങ് എന്തെങ്കിലുമൊക്കെ സ്നാക്കായിട്ട് വേണം. എനിക്കും വേണം, മക്കൾക്കും വേണം. അതാണ് കേട്ടോ അവസ്ഥ. വിശപ്പ് കൂടുതലല്ലേ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ, നിങ്ങളൊക്കെ അങ്ങനെയാണോ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ തൊലി നീറ്റായിട്ട് കളഞ്ഞെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ പണ്ടത്തെ നൊസ്റ്റാൾജിയ അടച്ചിട്ട് ഇങ്ങനെ വരണ്ടിയിട്ട് എടുക്കൂല നമ്മൾ കിഴങ്ങും ചേമ്പൊക്കെ, അതേപോലെ ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ കിട്ടുന്നുണ്ട്, പക്ഷെ വൃത്തിക്ക് കിട്ടണില്ല കേട്ടോ. പിന്നെ ഞാൻ സാധാ പോലെ ചെത്തിയെടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പൊടിയുള്ളതും കൊടുന്ന് ഫ്രിഡ്ജ് വെച്ചിട്ട് ഒരാഴ്ചത്തോളം ആയതുകൊണ്ടും ഇതിന് ചെറിയൊരു കറുത്ത കുത്ത് കണ്ടോ, അത് വന്നിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി ശർക്കരക്കിഴങ്ങ് നല്ലോണം പൊടിയുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ പെട്ടെന്ന് കേടുവരും. ഫ്രിഡ്ജിലായതുകൊണ്ടാണ് കേട്ടോ എത്രയെങ്കിലും നീറ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ മടിച്ചിട്ടിരിക്കും. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇത്രയും ദിവസം കിടന്നത്. ഓൾറെഡി എനിക്കിത് വെറുതെ പുഴുങ്ങിയത് കഴിക്കാനും കൂടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളിത് കട്ടിയില്ലാണ്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം തന്നെ ക്ലീൻ ചെയ്യണം. ഇനി അരിഞ്ഞിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ ഏറ്റവും കട്ടിയില്ലാണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ കിട്ടുക അങ്ങനെ അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പം ഞാൻ 2 കിഴങ്ങും അതേപോലെ സ്ലൈസ് ആക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അല്ലുമാണ് ക്യാമറ പിടിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കുലുങ്ങുന്നത്. അപ്പം ഞാൻ ഓനോട് പറയാണ്, ഞാൻ ഒറ്റയ്ക്ക് കയ്യിൽ പിടിച്ച് കട്ട് ചെയ്താൽ കൂടി ഇത്ര അളകൂല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ 2 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ പൊടികളൊക്കെ നമ്മൾ ഈ ഒരു മിക്സറും ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഒരു ഏകദേശ കണക്കാണ്. ഞാൻ കറക്റ്റ് കണക്കൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ സ്ലൈസ് ചെയ്തിട്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കാം. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അധികം കടലപ്പൊടിയാണ് കേട്ടോ. നമ്മൾ ഏത് ബജിയാണെങ്കിലും മെയിൻ അതിൻ്റെ ഫ്ലേവറാണ് മുന്നോട്ട് നിൽക്കേണ്ടത്. ഏത് പൊടി യൂസ് ചെയ്താലും പ്രശ്നമില്ല, പക്ഷേ കടലപ്പൊടി മസ്റ്റ് ഹാവ് ആണ്. അതിലേക്ക് നമ്മൾ അതിൻ്റെ പകുതിയോളം മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ആ ഒരു മൈദപ്പൊടിൻ്റെ പകുതിയോളം അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു പുറം തൊലി നമുക്കൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്തായാലും ഇതൊക്കെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ടേസ്റ്റിലുള്ള ഒരു ഐറ്റം കിട്ടണം, അത്രയേ ഉള്ളൂ. ഞാൻ ഇങ്ങനെയാണ് എല്ലാ ബജിക്കും മസാല കൂട്ടാറ്. അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, പിന്നെ 2-3 ഇങ്ങനെ നെക്കിയിട്ടുള്ള കായപ്പൊടി. ഇതൊക്കെ എത്രയാണ് വരുന്നതെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു 2 വെളുത്തുള്ളി ജസ്റ്റ് ഇങ്ങനെ ചതച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതൊരു കിഴങ്ങ് ഐറ്റം ആയതുകൊണ്ട് ഗ്യാസിൻ്റെ പ്രശ്നം വരും. അപ്പോൾ നമ്മൾ ഒരു മുൻകരുതൽ എടുക്കാം കേട്ടോ. ഈ ഒരു തിക്നെസ്സിൽ വെള്ളം ചേർത്തിട്ട് നമ്മളിങ്ങനെ ലൂസാക്കിയിട്ട് എടുക്കണം. ചിലവർ ഇതിലേക്ക് അപ്പസോഡയൊക്കെ ഇടും. അപ്പസോഡ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഡാ പൊടിയാണ് കേട്ടോ. നമ്മൾ മാവിൻ്റെ പരുവം എന്ന് വെച്ചാൽ ദോശമാവിൻ്റെ അല്ലെങ്കിൽ നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന മാവിൻ്റെ പരുവം. അധികം ആൾക്കാർക്കും ഇപ്പോൾ കുക്ക് ചെയ്യാത്തവരാരും ഉണ്ടാവില്ലല്ലേ. അപ്പോൾ മാവിൻ്റെ പരുവമൊക്കെ അറിയാമെന്ന് കരുതുന്നു. ഇരുമ്പ് ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായ ശേഷം മാത്രം നമ്മൾ ഓരോന്ന് എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു മാവ് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഓരോന്ന് എടുത്തിട്ട് ഇട്ടാലും ഒരു പ്രശ്നം പറ്റും. ഇതെല്ലാം ഇങ്ങനെ കൂടി നിൽക്കും കേട്ടോ. പിന്നെ ഞാനിതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തീ ഒന്നും കുറച്ച് വെക്കണ്ട. അപ്പോൾ ആ ഒരു ക്രിസ്പിനെസ് പുറത്ത് കിട്ടൂല. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഞാൻ ഫുൾ ഫ്ലെയിമിലാണ് 2 ഭാഗവും മറിച്ചിട്ട് ഒരു ഏകദേശം ഒരു ബ്രൗൺ കളർ ആവാൻ നിൽക്കുമ്പോൾ ഇത് കോരിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തീ കുറയണ്ട, തീ എപ്പോഴും നല്ല ഫ്ലെയിമിൽ നിന്നോട്ടെ. ഇത് എന്തായാലും കുക്ക് ചെയ്ത് കിട്ടും, എളുപ്പം കുക്കാവുന്ന വേവില്ലാത്തൊരു ഐറ്റമാണ് കേട്ടോ. പിന്നെ ഈ ഒരു സ്നാക്ക് നിങ്ങൾ
എപ്പോഴും നല്ല ചൂടോടെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇത് ഒറ്റയ്ക്ക് കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്. എന്നാലും ഞാൻ ഇതിൻ്റെ കൂടെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ചട്നി കൂടി ഉണ്ടാക്കുന്നുണ്ട്. അടിപൊളിയായിട്ടുള്ള ചട്നി എന്ന് പറഞ്ഞാൽ ഞാൻ നോർമൽ ഉണ്ടാക്കുന്ന ചട്നിന്ന് കുറച്ചൊരു വ്യത്യാസമുണ്ട്. കാരണം ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ പൊരിച്ച് മറിച്ചിടുമ്പോൾ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വിട്ട് വരിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതൊന്നായിട്ട് ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പം നല്ല ഓയിലിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മളിത് പൊരിച്ചെടുക്കാൻ. ഈ ഒരു ഫസ്റ്റ് സെക്ഷന് നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ പൊരിച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വേഗം പോയിട്ട് ആ ചട്നി കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് വരാം കേട്ടോ. ഞാനിങ്ങനെ അടുപ്പിലിട്ടോ അപ്പുറത്ത് പോയിട്ട് ചട്നി ഉണ്ടാക്കുന്നത് ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. കുറച്ച് നേരം കുക്കിംഗ് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ കിടക്കട്ടെ. നമ്മൾ വേഗം ചട്നിക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, പച്ചമുളക് ഇല്ലാതുകൊണ്ട് ഒരു ചുവന്ന മുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചുവപ്പ് കുറേ ഉണ്ടായതുകൊണ്ടാണ്. പിന്നെ 4 വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പുതിനയിലുണ്ടെങ്കിൽ അതും എടുത്തോളൂ. കുറച്ച് തേങ്ങ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം തേങ്ങ ഇല്ലെങ്കിൽ ഇങ്ങനെ ചട്നിയായിട്ട് അരക്കാൻ എനിക്ക് തോന്നുന്ന തേങ്ങ കൂടി ഉണ്ടാകുമ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ആവശ്യത്തിന് ഉപ്പിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പം അരയാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ കുറച്ച് വിനിഗർ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഉപ്പും പുളിയും തിക്നെസ്സും ഒക്കെ കറക്റ്റ് ആക്കി എടുത്താൽ നമ്മുടെ അടിപൊളി വെറൈറ്റി ചട്നി റെഡി ആയിട്ടുണ്ട്. വെറൈറ്റി ഒന്നുമല്ല, മിക്കവരും ഉണ്ടാക്കുന്ന ടൈപ്പ് തന്നെയാണ് അല്ലേ. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബാക്കിയുള്ള മധുരക്കിഴങ്ങ് പൊരികൂടിയും പൊരിച്ചെടുക്കുന്നുണ്ട്. കുറച്ചൊക്കെ ഇങ്ങനെ മക്കൾ അപ്പുറത്തെ സൈഡിൽ പോയിട്ട് കഴിക്കുന്നുണ്ട്. ഇത് ചൂടോടൊക്കെ കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ്. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മധുരം ഫീൽ ചെയ്യുന്നുണ്ട്. ചൂടിൽ കഴിക്കുമ്പോൾ പെർഫെക്റ്റ് ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇത്രയുള്ളായിരുന്നു നമ്മുടെ ഒരു അടിപൊളി റെസിപ്പി. നിങ്ങൾ എന്തായാലും മധുരക്കിഴങ്ങ് കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കിട്ടുമ്പോൾ മാത്രമല്ല, നിങ്ങൾ ഇതിനായിട്ട് ഇത് വാങ്ങിച്ചെടുത്താലും ഒരു പ്രശ്നവുമില്ല. അത്രക്കും വേർത്താണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരു ബജി ലവർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതൊരു വെറൈറ്റി സ്നാക്ക് ആയിട്ടാണ്. എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ബജികൾ എന്ന് ചോദിക്കുമ്പോൾ ഞാനിനി ഈ ഒരു ഐറ്റം കൂടിയും പറയൂ കേട്ടോ. ഇപ്പം വീഡിയോസ് ഭയങ്കരമായിട്ട് കുറവാണ്, ഭയങ്കര മടിച്ചായിട്ടുണ്ട് കേട്ടോ. ഇനി എന്നും വീഡിയോസ് ഇല്ലെങ്കിലും ഒന്നരാടെങ്കിലും ഇടാൻ ട്രൈ ചെയ്യൂ കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ മുക്കി കഴിക്കുന്നുണ്ട്. കൂടി ഒരു ഗ്ലാസ് ചായ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനും മക്കളൊക്കെ പാടെ ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് വേണമെങ്കിൽ അതും പോയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. ഇതുവരെ ഇങ്ങനെയൊരു ഐറ്റം ഉണ്ടാക്കാൻ അറിയാത്തവർ അവരുണ്ടാക്കി നോക്കട്ടെ. എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾ ഇത് വിട്ടെന്നതിൻ്റെ പേരിൽ എന്തായാലും അപ്രിഷ്യേറ്റും ചെയ്യും. അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ളായിരുന്നു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.